പ്രിയരെ നമുക്ക് ക്രീം ചേർക്കാത്ത അതുപോലെ ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനൊരു 3 സവാള 2 തക്കാളി, ഇതിനെ സവാള എല്ലാം കട്ട് ചെയ്തിട്ട് തക്കാളി നേരെ ഇട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ആ സമയമാകുമ്പോൾ ഒരു ഇഞ്ച് ഇഞ്ചിയും 7 പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും അരച്ച് പേസ്റ്റാക്കി വെക്കാം. അതുകൊണ്ട് ഏകദേശം തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്, ഉള്ളിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിനെ മിക്സിയിൽ അടിച്ചെടുക്കണം. ഒരു പാൻ എടുത്ത് വെച്ച് അതിനകത്തൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇട്ട്, ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും, നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അതിനെ നല്ലപോലെ മൂക്കുമ്പോഴത്തേന് നമ്മുടെ അരച്ചു വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും അതിനകത്ത് ചേർത്തത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല കുറച്ച് സമയം എടുക്കും. തീ വേണമെങ്കിൽ ഇച്ചിരി കൂട്ടി വെച്ച് നല്ലപോലെ ഇളക്കാം, അല്ലെങ്കിൽ തീ കുറച്ച് വെച്ച് നിങ്ങൾക്ക് ഇളക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ ഇളക്കണം. അതിൻ്റെ കൂടെ തന്നെ അത് ഏകദേശം മൂത്ത് വരുമ്പോഴത്തേന് 2 വറ്റലോളം പൊട്ടിച്ചിടുക. അത് കരിയത്തില്ല. അപ്പോൾ അങ്ങനെ ഇടുമ്പോഴത്തേന് വറ്റലോളോ കരിയൊന്നുമില്ല. വറ്റലോളോ നല്ലപോലെ ഇളക്കിയെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ നമ്മുടെ ചിക്കൻ മസാല, പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മല്ലിപ്പൊടി വന്നിട്ട് 1.5 ടേബിൾ സ്പൂൺ. കൂടെ തന്നെ നമ്മുടെ ഇതും കൂടെ എരിയുള്ള മുളക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഇട്ട് ഇതിനെ നല്ലപോലെ ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ അങ്ങ് മാറ്റണം. നല്ലപോലെ ഇളക്കണം കേട്ടോ. ഇത് ഇളങ്ങി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് വേണം നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച് സവാളയും തക്കാളിയും കൂടെ ഒഴിച്ച് ഇതൊന്ന് കുറുവാൻ വേണ്ടിയിട്ടാണ്. ഇത് എപ്പോഴും ഉള്ളി നമ്മൾ സെപ്പറേറ്റൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ, ഇതിൻ്റെ ടേസ്റ്റ് ഡിഫറെൻറ്റാണ്. ഇതിനകത്ത് കാഷ്യൂനട്ട് ക്രീമൊക്കെ ചേർക്കുന്നുണ്ട്. ഇതൊന്നും ചേർക്കാതെ ഇതിന് നല്ല ടേസ്റ്റ് ആവും. ഇതിനകത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ്, ഒന്നും വേണ്ട, ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി ഇതിനെ തിളപ്പിച്ച്, പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ കുരുമുളക് നല്ലപോലെ ഇടിച്ച് പൊടിച്ചെടുത്തത് കേട്ടോ, അത് നല്ലപോലെ ചേർത്ത് അത് പച്ചമണമൊന്നും മാറണ്ട, അതിൻ്റെ മണം ഇച്ചിരി ഉണ്ടെങ്കിലും നല്ലതാണ്. നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. അതിനെ ഇളക്കി ആ വെള്ളമയമൊക്കെ പറ്റിയതിന് ശേഷം നമ്മുടെ കഴുകി വെച്ച 3/4 കിലോ ചിക്കൻ കൊച്ചായിട്ടായിരിക്കും, വലിയ പീസാക്കരുത്. കാര്യം ഇതിനകത്ത് ഗ്രേവി ഇല്ലാത്തതുകൊണ്ട് വേവാനൊക്കെ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചെറിയ പീസാക്കി ഇട്ട് നല്ലപോലെ ഇളക്കി അതിനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 4 പച്ചമുളകും ഒരു 1/4 പിടി കറിവേപ്പിലയും കൂടെ ഇപ്പോൾ ഇടുക. കാര്യം ഈ പച്ചമുളക് ഇച്ചിരി ഇതായിട്ട് കിടക്കണം, ഇതിനകത്ത് കിടന്ന് ഇതിൻ്റെ കൂടെ കിടന്ന് തന്നെ വേവണം, എന്നാലേ അതിൻ്റേതായൊരു മയോ രുചിയൊക്കെ വരത്തുള്ളൂ. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം, ഇത്രയും വെള്ളം മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ചിക്കനകത്ത് നിന്ന് ഉള്ള കുറച്ച് വെള്ളവും പിന്നെ ഈ അരച്ച് വെച്ച മസാലയിലുള്ള വെള്ളവും കൂടെ ചേർന്നത് വൃത്തിയായി നല്ല സൂപ്പറായിട്ട് വെന്ത് വരും. തീ ഒരു മീഡിയം ടു ലോ വെച്ച് നല്ലപോലെ തിളപ്പിക്കാണ്ട് നിങ്ങൾക്ക് കാണാം, അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ തിളയ്ക്കും, വെള്ളം പറ്റി പോകത്തില്ല. കണ്ടോ, നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഒരു മീഡിയം ടു ലോ, ഇതിൻ്റെ ഇൻ ബിറ്റ്വീനാണ് ഇതിൻ്റെ തീ വെച്ചേക്കുന്നത്. അങ്ങനെ വെച്ച് വേണം വേവിക്കാൻ. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഒരു 5 മിനിറ്റ് ഇടവിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റിനകത്ത് ചിക്കൻ വേവും. ഈ അറിയാമല്ലോ, ഈ ചിക്കൻ പെട്ടെന്ന് വേവുന്ന ചിക്കനുകളാണ്, ഈ ബ്രോയിലറല്ലേ. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ക്രീം ചേർക്കുന്നവർക്ക് ചേർക്കാം, അല്ല ക്രീമല്ല കാഷ്യൂനട്ടൊക്കെ വേണമെങ്കിൽ അരച്ച് ചേർക്കുന്നവർക്ക് ചേർക്കാം കേട്ടോ. പക്ഷേ അതല്ലാതെ തന്നെ ഇതിന് നല്ല ടേസ്റ്റ്, അത്യാവശ്യം പുളി എല്ലാം ഉണ്ട്. ഇത് കളർഫുള്ളായി എല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി അതിൻ്റെ ഭംഗി തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നെ അഭിപ്രായം അറിയിക്കുക. താങ്ക്